കാലത്ത് നമ്മൾ അതിമനോഹരമായി പുഞ്ചിരിച്ചിരുന്നു, സദാ സന്തോഷിച്ചിരുന്നു. താങ്കളുടെ ആ പുഞ്ചിരി കണ്ട് മറ്റുള്ളവരും സന്തോഷിച്ചിരുന്നു. എന്നാൽ അതേ കുട്ടി ഇന്ന് വളർന്നു വലുതായപ്പോൾ സന്തോഷത്തിനായി പലരെയും ആശ്രയിക്കേണ്ടതായി വന്നിരിക്കുകയാണ്. സംതൃപ്തിക്കായി ഏതോ നേട്ടങ്ങളെ കാത്തിരിക്കേണ്ടതായി വന്നിരിക്കുകയാണ്. അന്ന് സന്തോഷം വേണ്ടവർ താങ്കളെ സമീപിച്ചിരുന്നു. എന്നാൽ ഇന്ന് താങ്കൾ സന്തോഷിക്കുന്നതിനായി തേടി നടക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്? വളർന്നു വലുതാകുന്നതിനിടെ മറ്റുള്ളവരെ അനുകരിക്കുവാൻ ശ്രമിച്ചു എന്ന തെറ്റ് മാത്രമാണ് ഇതിന് കാരണം. തൻ്റെ സന്തോഷം, സംതൃപ്തി, സമാധാനം, വളർച്ച എന്നിവയെല്ലാം പര്യാപ്തം തന്നെയാണോ എന്ന് അളക്കുന്നതിന് മറ്റുള്ളവരെ മാനദണ്ഡമായി സ്വീകരിക്കുമ്പോഴാണ് അസംതൃപ്തി ജന്മമെടുക്കുന്നത്. മറ്റുള്ളവരെ അനുകരിക്കുമ്പോൾ 2 തരത്തിലാണ് നമ്മൾ പതനത്തെ വിളിച്ചു വരുത്തുന്നത്. അതെങ്ങനെയെന്നറിയാമോ? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വന്തം അവസ്ഥ വളരെ താഴെയാണെന്നത് കാണുമ്പോൾ അപകർഷതയും ആത്മവിശ്വാസക്കുറവും ഉടലെടുക്കുന്നു. അത് അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നു. എന്നാൽ മറ്റുള്ളവരെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഞാൻ കൂടുതൽ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് തോന്നിയാലോ? അപ്പോൾ മനസ്സിൽ രൂപപ്പെടുന്നത് അഹങ്കാരമായിരിക്കും. അഹങ്കാരം വ്യക്തിയെ പൂർണ്ണമായും നശിപ്പിക്കുക തന്നെ ചെയ്യും. അതിനാൽ തൻ്റെ ജീവിതത്തെ വിലയിരുത്തുവാനായി ഒരിക്കലും മറ്റുള്ളവരുമായി അവനവനെ താരതമ്യം ചെയ്യാതിരുന്നാലും സ്വന്തം മനസാക്ഷിയോടൊപ്പം മാത്രമേ സ്വന്തം മികവുകളെയും കുറവുകളെയും വിലയിരുത്താവൂ. ഓർമ്മയിരിക്കട്ടെ.